ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ഒരുപാട് നമ്മുടെ പ്രാർത്ഥന ക്ഷണിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ മദ്യപിക്കുന്നവരല്ലെങ്കിലും ഒരുപാട് പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നും ഈ മദ്യപന്മാർക്ക്, കുടിയന്മാർക്ക് വേണ്ടി ഉണ്ടാകണം. കുറേ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതാവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ സന്നദ്ധരാകുന്ന വ്യക്തികളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ മദ്യപാനം മൂലം ആ കുടുംബം അനുഭവിക്കുന്ന ദുരിതം, അതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഞാൻ മടുത്തു, വർഷം എത്രയായി ഞാനിത് അനുഭവിക്കുന്നത്. അവരുടെ സഹനത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഒരൊറ്റ വ്യക്തി, ഭർത്താവ് മദ്യപിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സ്വഭാവ രീതികൾ ക്രൂര വിനോദമാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞാൽ ഉള്ളത്. അതുമൂലം ഇവര് അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് അവർ പറയായിരുന്നു. ഞാൻ മടുത്തു, എത്ര നാളാണ് ഇങ്ങനെ സഹിച്ചു പോവുക, ഞാൻ മടുത്തു. അവർ പറഞ്ഞത്, എനിക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഇട്ടേച്ചിട്ട് പോയേനെ. ചില കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചത് കേട്ടോണ്ടിരുന്ന എൻ്റെ കണ്ണു നിറഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം, അച്ഛനറിയോ, എൻ്റെ ഭർത്താവ് മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം സാധാരണ ഈ മദ്യപിക്കാത്ത അവസ്ഥയിലുള്ള ചിന്തകളോ സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നുമല്ല. ചിലപ്പോൾ എന്നെ വിവസ്ത്രയാണ്, എന്നിട്ട് കതക് തുറന്ന് പുറത്തു കൊണ്ട് നിർത്തും. ചിലപ്പോൾ മഞ്ഞുകാലമായിരിക്കാം, നല്ല തണുപ്പുള്ള സമയമായിരിക്കാം, പുറത്തു കൊണ്ട് നിർത്തും. എന്നിട്ട് അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിടും. ചിലപ്പം ഏതെങ്കിലും ഒരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തും. ഇനി ഞാൻ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്, കുറേ തുണി, അതുപോലെ തന്നെ പുതപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വെച്ചിരിക്കുക. എങ്ങാനും എന്നെ ഇറക്കി വിട്ടാൽ പോലും തണുപ്പ് കാലമാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഞാൻ ഓർത്ത, എൻ്റെ മനസ്സ് വന്ന ഒരു കാര്യം, ഈ കുടിയന്മാരുടെ ക്രൂര വിനോദം, കേട്ടാൽ ചെവി ധരിക്കുന്ന രീതിയിലുള്ള ക്രൂര വിനോദത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ മദ്യപാനികൾ ഇല്ലെങ്കിൽ പോലും, ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കില്ലെങ്കിൽ പോലും ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം. എസെക്കിയേൽ 9-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾ, അതേക്കുറിച്ച് മനസ്സിലാക്കിയവര് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരുടെ നെറ്റിയിൽ അടയാളമിടുക. ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സാധിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാകും. അല്ലെങ്കിൽ ആ സുരക്ഷിതത്വം നമുക്ക് ഉണ്ടാകണമെന്നില്ല. സംഹാരദൂതന് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കരുണയില്ലാതെ സംഹരിക്കാം, പക്ഷേ നെറ്റിയിൽ അടയാളമുള്ളവരെ തൊട്ടുപോകരുത്. അതാണ് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം. 2 അധ്യായങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മദ്യപാനം എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അത് കുടുംബത്തിൽ ഒരാളോ കുടുംബത്തിൽ പല വ്യക്തികളോ അങ്ങനെ മദ്യപിച്ച് അതിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തുണ്ടാകാവുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടേണ്ടതില്ല. 1-ാമത്തെ അധ്യായം, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യ വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല. ഒരു മദ്യപന്റെ അവൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരാവുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും അഭിവൃദ്ധിപ്പെടുന്നില്ല. ഇഷ്ടംപോലെ പണം ജോലി ചെയ്തോ ബിസിനസ് നടത്തിയോ ഒക്കെ കൈവശം വന്നിട്ട് ഒന്നുമില്ലാതെ പാപ്പരായി ജീവിക്കുന്ന വ്യക്തികളെ നാം കാണും. ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ മദ്യപാനം. ഒരു സ്ത്രീ 4 മക്കളെയായിട്ട് വന്നു. പിള്ളേരെല്ലാം ചെറിയ ചെറിയ പിള്ളേരാ, വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. ആ സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഭർത്താവ് മീൻ ചന്ത ജോലിക്ക് പോകുന്ന, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു 10,000-3000 രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല, വാടക വീട്ടിലാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഞെരുക്കം വരാറുണ്ട്. എന്നിട്ട് അവർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ മക്കൾക്ക്, ഇവരിൽ ഒരാൾക്ക് പോലും എൻ്റെ ഭർത്താവ് ഒരു നിക്കർ പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ ആങ്ങളമാരൊക്കെ കൊണ്ടുപോയി ഇതിങ്ങനെയുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് അവർ ഡീസൻ്റായിട്ട് സമൂഹത്തിലിറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് ജന്മം നൽകിയ അപ്പനെ ഇത്രയും പണം കിട്ടിയിട്ട്, ഞാൻ ചോദിച്ചു, ഈ പൈസയല്ല ഇതിലേ പോകുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഒരു നല്ല ഭാഗം പോകുന്നത് മദ്യപാനത്തിനാണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ലോട്ടറി എടുക്കും. അങ്ങനെ എളുപ്പ വഴിയിൽ കാശുകാരൻ ആകാനുള്ള ഒരു പരിശ്രമത്തിലാണ് ആ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രഭാഷകൻ 19:1-2 വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ വചനം പറയുന്നത്, ഇവൻ അല്പാൽപമായിട്ട് നശിച്ചുകൊണ്ടിരിക്കും. മദ്യപനായ തൊഴിലാളി അല്പാൽപമായിട്ട് നശിച്ചുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കാതെ പോകും. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുകയാണ്, വീഞ്ഞ് ബുദ്ധിമാനെ പോലും വഴിതെറ്റിക്കുന്ന കാര്യമാണ്. വീഞ്ഞ്, അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് വീഞ്ഞു കുടിച്ചുന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട് എന്ന് എഫേസസ് 5-ാം അധ്യായം
17, 18 വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, സുഭാഷിതങ്ങൾ 23-ാം അധ്യായം. ഈ അധ്യായത്തിലും ഒരുപാട് കാര്യങ്ങൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട, അവരുടെ ക്രൂര വിനോദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. 23-ന്റെ 29 മുതൽ വായിക്കുമ്പോൾ വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അവർക്ക് എന്തെല്ലാമാണ് വരാവുന്നത്? ദുരിതം, ദുഃഖം, കലഹം, ആവലാതി. ഇതെല്ലാം ആർക്കാണ്? വീഞ്ഞു കുടിച്ച് നേരം പോക്കുന്നവർക്ക്, മദ്യത്തിന്റെ അടിമയായി മാറിയിരിക്കുന്നവര്. 32-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കുടിച്ച് പാമ്പാകുന്നവർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം, ആ മദ്യം അവരെ തിരിഞ്ഞു കൊത്തും. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാമ്പിനെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തും. ഈ മദ്യം അവരുടെ തന്നെ ജീവിതത്തിലേക്ക് വരുത്താവുന്ന വിനയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാനും സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ചോദിച്ചിട്ടുണ്ട്, വിദ്യാസമ്പന്നരായ വ്യക്തികൾ, 2 പേരുടെ കാര്യം എനിക്കറിയാം കൃത്യമായിട്ട്. ഒരാള്, അദ്ദേഹം പറഞ്ഞത്, പുള്ളിയുടെ അപ്പൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. വലിയ വീട് വെക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അതുപോലെ തന്നെ വിദ്യാഭ്യാസം. ഈ മനുഷ്യൻ പഠിച്ച് ഡോക്ടറായി, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഇഷ്ടംപോലെ സമ്പത്ത് വന്നിരുന്ന ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന് ഇതിനോടകം ഒരു മദ്യപാനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം എത്ര കിട്ടിയാലും തികയത്തില്ല, പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇവർക്ക് ഒരു പുതിയ വീട് വെക്കുന്ന കാര്യം പോലും ചിന്തിക്കാൻ പറ്റിയില്ല. വളരെ സൗകര്യം കുറവുള്ള ഒരു വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളമാരെല്ലാവരും കൂടെ ചേർന്നാണ്, അവർ സാമ്പത്തികമായിട്ട് സഹായിച്ചാണ് അവർക്ക് ഒരുമാതിരി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടുണ്ടായത്. ഇത്രയും വലിയ പ്രൊഫഷൻ ഉണ്ടായിട്ട് എന്താ പറ്റിയേ? അദ്ദേഹത്തിന് അതുകൊണ്ട് ആ കുടുംബത്തെ നന്നാക്കിയെടുക്കാൻ പറ്റാതെ പോയി. കാരണം അദ്ദേഹത്തിൻ്റെ മദ്യപാനം. ഒരു സഹോദരൻ ഒരിക്കൽ ഫോൺ വിളിക്കുകയുണ്ടായി, അച്ഛാ എന്നാ അടുത്ത ധ്യാനം? ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ധ്യാനത്തിൻ്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു, എൻ്റെ പേര് എഴുതിക്കോ, ഞാൻ വന്നിരിക്കും. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അച്ഛാ ഞാനവിടെ വന്ന് ധ്യാനിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. 8 മാസം എൻ്റെ കുടുംബം സ്വർഗം പോലെയായിരുന്നു. കാരണം ഞാൻ മദ്യപിക്കാതിരുന്നത് കൊണ്ട്. ഇന്നത് വീണ്ടും നരകമായി മാറി. എന്തിനാ ഇങ്ങനെ വീണ്ടും കുടിക്കാൻ പോയതെന്ന് ചോദിച്ചപ്പോഴാണ്, ബന്ധുക്കാരുടെ വീട്ടിൽ ചെന്ന് അവർ നിർബന്ധിച്ചു. അവർ ഏതാനും പ്രാവശ്യങ്ങൾ പറഞ്ഞ് ഇച്ചിരി അല്പം ഫോഴ്സ് ചെലുത്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ കുടിച്ചു. പിന്നെ പുള്ളിക്ക് നിയന്ത്രണമില്ലാതായി. അങ്ങനെ മദ്യപാനത്തിലേക്ക് വീണ്ടും പോയിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ കുടുംബം വീണ്ടും ഒരു നരകമായി മാറി. ഇത് വേണ്ട, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെ പറഞ്ഞാണ് അടുത്ത ധ്യാനത്തിന് ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞത്. മറ്റൊരു സംഭവം എനിക്കറിയാം. ഒരു ധ്യാനത്തിന് കൊണ്ടുവന്നതാണ് അപ്പനെ മകൻ, വലിയ വീട്ടുകാരൊക്കെ, സൗകര്യമുള്ള കാറും എല്ലാം ഉണ്ടായിരുന്നു. ഈ അപ്പനെയും കൊണ്ട് മകൻ വന്നു. കാരിസ്മാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മകൻ എൻ്റെ ഓഫീസിലേക്ക് വന്നു, അച്ഛാ ഞാൻ എൻ്റെ അപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്, ധ്യാനിപ്പിക്കാൻ എടുക്കുമെന്ന് ചോദിച്ചു. ചോദിച്ചു അതിനെ എടുക്കാൻ പാടും. അതേ പുള്ളി ഇച്ചിരി വെള്ളത്തിലാണ്, സാരമില്ല മുറി കൊണ്ട് കിടത്തിക്ക്. വന്നിട്ട് പിന്നീട് പൂസൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ കണ്ടോളാം, പിന്നെ വചനമൊക്കെ കേട്ട് രക്ഷപ്പെട്ടോളും. പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് ആ മനുഷ്യനെ ഞാൻ ആ കാറെ കിടക്കുന്നത് കണ്ടതാണ്. ഒരു അടിവസ്ത്രം, നല്ല എലാസ്റ്റിക് ഉള്ള അടിവസ്ത്രം ആയതുകൊണ്ട് അത് ഊരി പോയിട്ടില്ല, ബാക്കിയൊന്നുമില്ല. മദ്യത്തിൻ്റെ ആ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ഏതായാലും ഇദ്ദേഹത്തെ മുറിക്കൊണ്ട് കിടത്തി. പിറ്റേ ദിവസവും വലിയ കാര്യമായിട്ടൊന്നും സ്വീകരിക്കാൻ പറ്റിയില്ല. അതിനുശേഷം വചനം സ്വീകരിച്ചു. 4-ാം ദിവസം അദ്ദേഹം വന്നിട്ട് എൻ്റെ മുറിയിലിരുന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ ഇന്നുവരെ സ്നേഹിച്ചിട്ടില്ല. കാരണം ഈ നശിച്ച കുടി, എനിക്കിത് മാറ്റണം, ഞാൻ തീരുമാനമെടുത്തു. അച്ഛൻ കണ്ടതല്ലേ ഞാൻ വന്ന ആ ദിവസം എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന്. എന്നിട്ടും എൻ്റെ മകൻ എത്ര കാര്യമായിട്ടാണ് എന്നെ നോക്കിയത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, ഞാൻ അതിന് തീരുമാനമെടുത്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാം, ദൈവം നമ്മെ ക്ഷണിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സമർപ്പിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.